നോക്ക ശരി ശരി കേൾക്കാവോ? കേൾക്കാം. അതായത് നേരത്തെ മിസ്റ്റർ ജോസ് തോമസ് പറഞ്ഞതിന് എനിക്കും പറയാനുള്ളത്, ആളുകൾ ഒരു പ്ലാനിംഗ് ഇല്ലാതെ ഒരു പൈലറ്റ് സ്റ്റഡി പോലും നടത്താതെ കുറച്ച് ഫണ്ടും ഇവിടെ നിങ്ങൾ റേസ് ചെയ്തിട്ട് ചാടിക്കാരി കണ്ടന്റ് നോക്കാതെ സിനിമയുടെ ഒരു കൃത്യമായ സ്റ്റഡീസ് നടത്താതെ അങ്ങനെ നിർമ്മാതാക്കളെ വിട്ടിട്ടുണ്ടെങ്കിൽ ആ നിർമ്മാതാവ് തന്നെയാണ് അതിന് ഉത്തരവാദി. അതിന് മറ്റുള്ളവരും ബ്ലെയിം ചെയ്തിട്ട് വേറെ സിനിമ എടുക്കുന്ന ആളുകളെ മറ്റ് പ്രൊഡ്യൂസേഴ്സിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നടന്മാരുടെ അല്ലെങ്കിൽ താരങ്ങളുടെ പ്രതിഫലം കൂടുക എന്ന് പറയുമ്പോൾ ഒരു നടന് മാർക്കറ്റ് വാല്യൂ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിഫലം കൂടും. കാരണം ആ ആൾക്ക്, ആ ഒരു വ്യക്തിക്ക്, ആ നടന് അത്രയും ആളുകളെ തിയേറ്ററിൽ കയറ്റാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് പിന്നെ ആ നടന്റെ പ്രതിഫലം കൂടി കൂടി വരുന്നത്. എല്ലാ ആളുകളും തുടക്കത്തിൽ ആദ്യം പുതുമുഖമായിട്ട് വരുന്ന സമയത്ത് വലിയ പ്രതിഫലം വാങ്ങിക്കുന്നില്ലല്ലോ. പിന്നെ സ്ഥിരമായിട്ട് പടങ്ങൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നടനെ അല്ലെങ്കിൽ നടിക്ക് കൂടുതൽ ക്രൗഡിനെ പുള്ള് ചെയ്യാനുള്ള ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിലാണ് ആ നടന്റെ പ്രതിഫലം കൂടും. അത് ഇന്ന നടൻ ഞാൻ പറയുന്നില്ല, ഇപ്പൊ അടുത്ത കാലത്തായിട്ട് പല നടന്മാർക്കും അങ്ങനെ കപ്പാസിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും അതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിർമ്മാതാവിന് അഫോർഡ് ചെയ്യാൻ പറ്റണം. പറ്റില്ലെങ്കിൽ ആ നടൻ പിന്മാറും. അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നിർമ്മാതാവിന് ഡേറ്റ് കൊടുക്കും, അല്ലെങ്കിൽ കണ്ടന്റ് മാത്രം അനുസരിച്ച് ഡേറ്റ് കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ ആരോ തൊഴുത്തിൽ കിടത്തുന്നൊക്കെ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അത് പ്ലാനിങ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. 5 കോടി 6 കോടിക്ക് എടുക്കാൻ നോക്കിയ പടം 20 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ആലോചിച്ച് നോക്ക്. ഇരട്ടി പൈസയില്ല. ഇത്രയും പൈസ എടുത്ത് കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് ബോധം ഉണ്ടായിരുന്നില്ല ഞാൻ ചോദിക്കുന്നത്. കാരണം ഇതിനൊരു ലിമിറ്റ് ഇല്ലേ? നമുക്ക് ഒരു കോമൺ സെൻസ് വേണ്ടേ? ഒരു പണം സ്പെൻഡ് ചെയ്യും. അത് സിനിമയിൽ ഏത് ബിസിനസ്സിലായി കഴിഞ്ഞാലും ഇത് നമുക്ക് തിരിച്ചു കിട്ടുമോ ആലോചിക്കണ്ടേ? അതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്ര സ്റ്റാർ വാല്യൂ ഉള്ള കാസ്റ്റിംഗ് ഒന്നുമല്ല, ഒരു പടത്തിന്റെ സ്പിൻ ഓഫ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അതൊരു കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ പ്രശ്നമായിട്ടാണ് ഞാൻ പറയുള്ളൂ. ഒരു ബിസിനസ്, ഒരു ഇൻഡസ്ട്രിക്ക് അത് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചെങ്കിലും ഒരു പൈലറ്റ് സ്റ്റഡി അതിനെ കുറിച്ച് ഉണ്ടായിരിക്കണം. അത് ധാരണമാണ്. പിന്നെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കുറെ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരു സംഘടനാ നിലയ്ക്ക് ഇടപെടുന്നത് നല്ല തന്നെയാണ്. സംഘടിതമായിട്ട് പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ വേറെ ആരും പിന്നെ നടന്മാർ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇനി മുതൽ സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ഒരു ശശാധിപത്യ നിലപാടുകളുള്ള ഒരു പരിപാടിയില്ല. അത് ഒരിക്കലും ഇവിടെ നാട്ടിൽ നടക്കാനും പോകില്ല. ഇതൊന്നും ഒരു പ്രത്യേക സംഘടനയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് അതിൻ്റെ വ്യവസ്ഥകളില്ലേ? തീർച്ചയായും തിരിച്ചു വരാം. വിനൂക്കിനകത്ത് ഇവിടെ നമുക്ക് ഈ നടന്മാരുടെ പ്രതിഫലത്തെക്കുറിച്ചും സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിക്കുന്നതിനെക്കുറിച്ചും